ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഡെയ്സിയുടെ വാക്കുകൾ കേട്ട് യോഹന്നാനും മക്കളും ഡെയ്സിയുടെ ഈ തീരുമാനം എങ്ങനെയും മാറ്റിമറിക്കാൻ കിട്ടിയ ഒരു അവസരം ഇതാണെന്നും ഇതിനിടയിൽ മഹേന്ദ്രനും ശിവനും തമ്മിലുള്ള ഈ അകൽച്ച അത് നമ്മൾ കൃത്യമായി തന്നെ മുതലെടുക്കണം. അച്ഛനും മകനും തമ്മിലുള്ള തമ്മിൽ തല്ല് അത് കണ്ട് ആസ്വദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്ലാമൂട്ടിൽക്കാരുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മഹേന്ദ്രന്റെ മകനിലൂടെ തന്നെ മഹേന്ദ്രന്റെ കുടുംബത്തിന്റെ അവസാനം വന്നു ചേരാൻ പോകുന്നു. ഇനി നമ്മുടെ നീക്കങ്ങളാണ് കൃത്യമായി നടപ്പിലാക്കേണ്ടത്. ഇനിയുള്ളത് നമ്മുടെ അവസരമാണ്. അതുകൊണ്ട് ഡെയ്സിയുടെ ഈ തീരുമാനത്തെ നമ്മൾ ഒപ്പം നിന്ന് അവളെ അനുകൂലിക്കുന്ന പോലെ നിൽക്കുമെങ്കിലും ഒരിക്കലും ശിവന്റെയും മഹേന്ദ്രന്റെയും ഒത്തുചേരൽ നമ്മൾ അനുവദിച്ചു കൊടുത്തൂടാ. അവരച്ഛനും മകനും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നത് കണ്ട് ആസ്വദിക്കാം. നമുക്കും ആ പഴയ കുറുക്കന്റെ ആട്ടുമുട്ടന്മാരെ തമ്മിൽ തെല്ലിച്ച് ചോര കുടിക്കുന്ന ആ പഴയ കുറുക്കന്റെ തന്ത്രം തന്നെ നമുക്ക് ഇവിടെ മെനയാം. ആ കുറുക്കന്റെ വേഷം തന്നെ നമുക്ക് കെട്ടാം എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുമ്പോൾ ഡെയ്സിയുടെയും ഡേവിസിന്റെയും വിവാഹം നമ്മൾ ആഘോഷപൂർണ്ണം നടത്തുമെന്നും എല്ലാത്തിനും നിനക്കൊപ്പം ഞാനും എൻ്റെ മകനും ഉണ്ടാകുമെന്നും ഡേവിസിന് വാക്ക് നൽകിക്കൊണ്ട് യോഹന്നാനും രണ്ടു മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കുമെന്ന സന്തോഷത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി ശാലിനി ആകെ വിഷമിച്ചിരുന്നത്. ഈ സമയത്ത് ശിവനും അച്ഛനോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നതിന്റെ വേദനയിൽ മുറിയിൽ തനിച്ചിരിക്കുമ്പോ അവിടേക്ക് നിർമ്മലയെത്തി. എടാ മോനെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ട മുറിയിൽ ഇങ്ങനെ ഇരിക്കാതെ അച്ഛനോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അത് നീ തുറന്ന് അച്ഛനോട് സംസാരിക്കേ. നിങ്ങൾ അച്ഛനും മോനും തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ, നിങ്ങൾക്കിടയിലുള്ള ഈ അകൽച്ചയും ഇല്ലാതാവുമല്ലോ എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ശിവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അച്ഛനോട് ഒരു എതിർപ്പുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോഴാണ് നിർമ്മല പറഞ്ഞത്, എടാ മോനെ, നീ വന്ന് ഭക്ഷണം കഴിച്ചേ. നിങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പരിഭവവും പിണക്കവും ഒക്കെ അവിടെ അവസാനിക്കും, വന്ന് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വീണ്ടും നിർമ്മല ശിവനോട് വന്ന് ഭക്ഷണം കഴിക്കാനായി നിർബന്ധിക്കുന്നു. അപ്പോഴും ശിവൻ നിർമ്മലയോട് പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് തന്നെയായിരുന്നു. ഒടുവിൽ ശിവന്റെ വാശിയും ദേഷ്യവും മാറ്റാൻ നിർമ്മല പറഞ്ഞു, എടാ മോനെ, ഞാൻ പിന്നെ എന്തിനാണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ച് വിഷമത്തോടെ നിർമ്മല നിൽക്കുമ്പോഴേക്കും ശിവൻ ചോദിച്ചു, അമ്മേ, എനിക്ക് ഒരു സൗകര്യം തരില്ലേ? ഞാൻ എന്നാ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് ശിവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നിർമ്മല പറഞ്ഞു, വേണ്ട മോനെ, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ശരി, ഡൈനിങ് ടേബിളിനടുത്തേക്ക് നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാം. അതാകുമ്പോ അച്ഛനും അറിയത്തില്ലല്ലോ. എന്താ, ഞാൻ എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോ നിർമ്മലയോട് വീണ്ടും ദേഷ്യത്തോടെ ശിവൻ പറഞ്ഞു, എന്റെ അമ്മേനൊന്ന് വെറുതെ വിട്, എനിക്കൊന്നും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴും ആകെ ദേഷ്യത്തോടെ ശിവൻ പറയുന്നത് കേട്ട് നിർമ്മല പറഞ്ഞു, എടാ മോനെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ. എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു വിധിയെ. അച്ഛൻ്റെ ദേഷ്യം കാണണം, മക്കളുടെ ദേഷ്യം കാണണം. നിങ്ങളുടെ രണ്ടു കൂട്ടരെയും ദേഷ്യത്തിനിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന എൻ്റെ അവസ്ഥ എന്താണെന്നോ എൻ്റെ വേദന എന്താണെന്നോ നിങ്ങൾക്കാർക്കും അറിയണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും സമാധാനം തരില്ലല്ലേ എന്ന് പറഞ്ഞ് ശിവൻ ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞ് ശിവൻ വേഗം തന്നെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശാലിനി മക്കൾ കിടന്നുറങ്ങുന്നതിന് അരികിൽ വന്ന് വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. പപ്പിയും സത്യയും കൂടിയും അവിടെ കിടന്നുറങ്ങുമ്പോ ശാലിനിയുടെ മനസ്സിൽ വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വന്നത്. മക്കൾ സുഖമായി കിടന്നുറങ്ങുന്നത് കാണുമ്പോഴും ശാലിനിയുടെ മനസ്സ് ചിന്തിച്ചത്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പ്രായത്തിൽ അച്ഛന്റെ സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കേണ്ട ഈ കുഞ്ഞുങ്ങൾക്ക് മാറി നിന്ന് അവരെ എന്തിനാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവർക്ക് കിട്ടേണ്ട അച്ഛന്റെ സ്നേഹം വിഷ്ണുവേട്ടനായിട്ട് എന്തിനാണ് ഇല്ലാതാക്കുന്നത്? എന്തിനാ ഇങ്ങനെ മാറി നിന്ന് ഞങ്ങളെ തീ തീറ്റുന്നത്? ഇങ്ങനെ ഒരു സ്നേഹം ഞങ്ങളെ വല്ലാതെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. വിഷ്ണുവേട്ട, ഒന്ന് എൻ്റെ അരികിലേക്ക് വന്നൂടെ? ഞങ്ങളോട് എന്തിനാണ് ഈ അകൽച്ച? അങ്ങനെയെല്ലാം വേദനയോടെ ശാലിനി ചിന്തിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ആ ഫോട്ടോ എടുത്ത് സങ്കടത്തോടെ നോക്കുന്നു. മക്കളെ ചേർത്ത് പിടിച്ച് വിഷ്ണു കൊഞ്ചിച്ചുകൊണ്ടിരുന്നതും ശാലിനി വിഷ്ണുവിന്റെ ആ ഫോട്ടോയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. വിഷ്ണുവേട്ട, എന്നോട് എന്തിനാ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? വിഷ്ണുവേട്ടന്റെ ഒപ്പം ആ നെഞ്ചിന്റെ ചൂട് പറ്റി എത്ര കാലം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. വിഷ്ണുവേട്ടൻ താങ്ങും തണലുമായി എൻ്റെ ഒപ്പം ഉള്ളപ്പോ, എനിക്ക് ഊന്നുവടിയായി എൻ്റെ വിഷ്ണുവേട്ടനുള്ളപ്പോ എത്ര കാലം വേണേലും ജീവിക്കാൻ, എത്ര കാലം വേണേലും ഈ ലോകത്ത് സന്തോഷത്തോടെ കഴിയാൻ ഞാൻ തയ്യാറാണെന്നും വിഷ്ണുവേട്ടന്റെ ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് അങ്ങനെ ജീവിക്കാൻ എത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും
വിഷ്ണുവേട്ടനോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എന്റെ അടുത്തുണ്ടെങ്കിൽ, എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ ജീവിച്ച് ഞാൻ ബോധ്യപ്പെടുത്തുമായിരുന്നു എന്ന് ശാലിനി സങ്കടത്തോടെ ഓർത്ത് വിഷ്ണുവിന്റെ ആ ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. വിഷ്ണുവിനെ ആദ്യമായി കണ്ട നാളുകളിൽ പറഞ്ഞ വാക്കുകളും വിഷ്ണു ആരാണെന്നുമൊക്കെ അന്ന് ശാലിനിയോട് മറച്ചു വെച്ചപ്പോ വിഷ്ണുവിന്റെ ജോലിയെക്കുറിച്ച് വിഷ്ണു പറഞ്ഞതുമൊക്കെ ശാലിനി ഓർത്തു പോകുന്നു. അന്ന് ഒരു സൂപ്പർമാനാണെന്നുള്ള രീതിയിൽ വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി ഓർത്തങ്ങനെ ഇരുന്ന് വിഷ്ണുവിന്റെ ആ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടത്തോടെ ആ ഫോട്ടോയെ തലോടിക്കൊണ്ട് ശാലിനി വേദനയോടെ വിഷ്ണുവിനെ തന്നെ ഓർത്തിരുന്നു. ശാലിനിയുടെ മനസ്സിലേക്ക് മക്കളോടൊപ്പം ആ ബീച്ചിൽ പോയി വിഷ്ണു അവർക്കൊപ്പം ചേർന്ന് കളിച്ചതായിട്ടുള്ള നിമിഷങ്ങളെല്ലാം ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അപ്പോഴേക്കും ശാലിനിയുടെ മനസ്സ് പറഞ്ഞു, വിഷ്ണുവേട്ടൻ നമ്മൾ ഒന്നിച്ചു പോയ സ്ഥലത്ത് എവിടെയെങ്കിലും വിഷ്ണുവേട്ടൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുകയാണല്ലോ വിഷ്ണുവേട്ട എന്ന് ശാലിനി ചിന്തിക്കുമ്പോൾ അമ്മയോട് പിണങ്ങിയും വീട് വിട്ട് നേരെ തന്റെ ബുള്ളറ്റും എടുത്ത് പോവുകയായിരുന്നു ശിവൻ. ഈ സമയത്ത് ശാലിനി വേഗം ആ ഡ്രോമേശയിൽ നിന്ന് വിഷ്ണുവിന്റെ ജീപ്പിന്റെ കീ കയ്യിലേക്ക് എടുത്തു. പപ്പിമോളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പതിയെ ശാലിനി തന്റെ ഷോളും എടുത്ത് ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ വിഷ്ണു തന്നെ കോരിയെടുത്തുകൊണ്ട് നേരെ ആ ജീപ്പിൽ കൊണ്ടുചെന്നിരുത്തിയതും തന്നെയും കൂട്ടി അവിടെ നിന്ന് നൈറ്റ് റൈഡിനായിട്ട് പോയ ആ നിമിഷത്തെക്കുറിച്ച് ശാലിനി ഓർമ്മിച്ചു. ശാലിനി വേഗം തന്നെ വണ്ടിയെടുത്ത് ആ കീ എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് വാതിൽ തുറക്കാൻ വന്നപ്പോഴാണ് കിച്ചണടുത്ത് നിന്നുകൊണ്ട് ശാരദാമ്മ കാഴ്ച കണ്ടത്. മോളെ എന്ന് ഉറക്കെ വിളിച്ചതും ശാലിനി വേഗം പിന്തിരിഞ്ഞു നോക്കി. ശാരദാമ്മ അരികിലേക്ക് എത്തി ചോദിച്ചു, മോളെ നീ ഈ സമയത്ത് ഇത് എങ്ങോട്ടാ മോളെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഒന്ന് പുറത്തു പോവാമേ. ഇപ്പോഴോ, ഈ സമയത്തോ എന്ന് ചോദിച്ചപ്പം അതേമ്മേ, വിഷ്ണുവേട്ടനെ കുറിച്ച് ആലോചിച്ചപ്പോ വിഷ്ണുവേട്ടൻ ഞാനും വിഷ്ണുവേട്ടനും കൂടി ഒന്നിച്ച് പോയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിഷ്ണുവേട്ടൻ ഉണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പോ അതെന്റെ തോന്നലായിരിക്കാം. സത്യത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് ഒരു വട്ടുമായിരിക്കാം. എങ്കിലും എനിക്ക് ഈ ഭ്രാന്ത് ഇപ്പോ എന്നെ കൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണമ്മേ. സത്യത്തിൽ സ്നേഹക്കൂടുതൽ കൊണ്ട് ഭ്രാന്തായി മാറുന്നവർ പലരും മറ്റുള്ളവരുടെ കണ്ണിൽ കോമാളികളാണ്. എന്നാൽ അങ്ങനെ ഒരു കോമാളിയായി മാറാനും അങ്ങനെ ഒരു കോമാളിയുടെ വേഷം കെട്ടിയാണല്ലോ ഞാനും ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വിഷ്ണുവേട്ടനില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ലമ്മേ. എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. ഒന്ന് പുറത്തു പോവുകയാണെങ്കിൽ വിഷ്ണുവേട്ടൻ അവിടെ എവിടെയെങ്കിലും വരുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ശരിയാ മോളെ, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നും മോള് പറഞ്ഞതുപോലെ. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെയും നമ്മളെയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് മോള് പോയിട്ട് വാ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു. അമ്മ സൂക്ഷിച്ചോണം. ഇന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് വിഷ്ണുവേട്ടനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന്. വെറുതെ ആണെങ്കിലും ഒരു വാക്ക് കൊടുത്തില്ലേ? ആ കുറ്റബോധം പോലും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുകയാണമ്മേ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോ ശാരദാമ്മ ശാലിനിയെ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കണ്ട, എന്റെ മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ശാരദാമ്മ ആശ്വസിപ്പിക്കുമ്പോ ശാലിനി പറഞ്ഞു, അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാം. ഒന്ന് മനസ്സൊന്ന് ശാന്തമായാലോ. എന്റെ വിഷ്ണുവേട്ടനെ കാണുമെന്ന ഒരു പ്രതീക്ഷ, അതിൽ യാതൊരു ഉറപ്പുമില്ല, എങ്കിലും എന്റെ മനസ്സങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ശാലിനി വേഗം ആ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയതും വിഷ്ണുവിന്റെ ജീപ്പ് അവിടെ കിടക്കുന്നത് കണ്ടു. ശാലിനി പുറത്തേക്ക് ഇറങ്ങി ആ ജീപ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ വിഷ്ണു അന്ന് തന്നെ എടുത്തുയർത്തി ആ ജീപ്പിലേക്ക് കയറ്റിയതായിട്ടുള്ള രംഗങ്ങൾ ഓരോന്നും ശാലിനിയുടെ മനസ്സിലേക്ക് എത്തി. വിഷ്ണു ഓടിച്ചിരുന്ന ആ ജീപ്പിലേക്ക് കയറിയിരുന്ന് ശാലിനി വണ്ടി എടുക്കുമ്പോൾ ശാലിനിയുടെ ആ പ്രവൃത്തികൾ ആ വാതിക്കൽ നിന്ന് ശാരദാമ്മ വേദനയോടെ നോക്കിക്കണ്ടു. ശാലിനി വണ്ടിയെടുത്ത് അവിടുന്ന് പുറപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ട് ശാരദാമ്മയുടെ മനസ്സ് പ്രാർത്ഥിച്ചു. ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞിനെ കാത്തോണേ എന്ന് പ്രാർത്ഥനയോടെ ശാരദാമ്മ ആ വാതിക്കൽ നിന്നു. ശാലിനി വണ്ടിയും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നേരത്തെ തന്നെ വിഷ്ണുവും ശാലിനിയും ഒന്നിച്ചു ചെന്ന ആ റെസ്റ്റോറന്റിൽ, ആ തട്ടുകടയിൽ നേരത്തെ അവിടേക്ക് ശിവനും വന്നെത്തുകയായിരുന്നു. ഈ സമയത്ത് ശാലിനിയുടെ മനസ്സ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നുമായിരുന്നു ശാലിനിയുടെ മനസ്സിലേക്ക് എത്തിയത്. തന്റെ പ്രിയപ്പെട്ട സിനിമാ താരത്തിന്റെ ഫേമസ് സിനിമയിലെ ഡയലോഗുകളൊക്കെ പറഞ്ഞ് ശാലിനിയെ വിഷ്ണു ചേർത്ത് പിടിച്ചതും അന്ന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച രംഗങ്ങളുമൊക്കെ കണ്ണുനീരോടെ ശാലിനി ഓർക്കുന്നു. അതോർത്ത് ഡ്രൈവ് ചെയ്തങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തട്ടുകടയ്ക്ക് മുന്നിൽ വന്ന് ശിവൻ നിൽക്കുന്നത്. ശിവൻ തന്റെ വണ്ടി ഒതുക്കിയിട്ട് വേഗം അവിടുത്തെ ഒരു ചെയറിലേക്ക് വന്നിരുന്ന് തട്ടുകടയിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചെന്നോണം അങ്ങനെ ഇരിക്കുമ്പോ
ഉടനെ ആ കടക്കാരൻ വന്ന് എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഒരു ഓംലെറ്റ്, ഒരു ബുൾസൈ എടുത്തോളാനായിട്ട് ഉടനെ ശിവൻ പറയുമ്പോ അയാള് അതെടുക്കാനായി പോയി. ഈ സമയത്ത് ശാലിനി അവിടേക്ക് എത്തിയത്. ശാലിനി വണ്ടി അവിടെ വന്ന് പാർക്ക് ചെയ്ത് വേഗം ആ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും ശിവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിർമ്മല പറഞ്ഞ വാക്കുകളായിരുന്നു. അച്ഛനോട് ഇങ്ങനെ പിണങ്ങി ഇരിക്കാതെ അച്ഛനോടെല്ലാം തുറന്ന് സംസാരിക്കാനായിട്ട് നിർമ്മല ഉപദേശിച്ചത്. അതും ചിന്തിച്ചുകൊണ്ട് ശിവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി അവിടെ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി ശാലിനി അതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച ശിവൻ ശ്രദ്ധിച്ചത്. ശാലിനി അകത്തേക്ക് കയറി വരുന്നത് ശിവനാകെ അതിശയത്തോടെ നോക്കി. ശാലിനി അകത്തേക്ക് കയറിയതും ആ തട്ടുകടക്കാരൻ ഉടനെ ശാലിനി വിളിച്ചിട്ട് പറഞ്ഞു, മേഡം, ഹൃദയത്തോട് പ്രണയം കൈമാറുന്ന ലവ് ബുൾസയാണ് മേഡം ഇന്നത്തെ സ്പെഷ്യൽ. മേഡം അങ്ങോട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. ശാലിനി ഒന്നും മിണ്ടാതെ വേഗം അവിടുത്തെ ഒരു ചെയർ വലിച്ച് അവിടേക്ക് ചെന്നിരിക്കുമ്പോൾ അതിന്റെ തൊട്ടു പിന്നിലായിരുന്ന ശിവൻ ശാലിനിയെ തന്നെ നോക്കിയിരുന്നു. ശാലിനിയുടെ മനസ്സ് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ശിവൻ തനിക്ക് കിട്ടിയ ബുൾസൈ കഴിക്കുന്നതിനിടയിലും ശാലിനി ഒന്ന് ശ്രദ്ധിച്ചു. ശാലിനിയുടെ മനസ്സിൽ വിഷ്ണു വന്ന് ആ തട്ടുകടയിൽ നേരത്തെ കൊണ്ടുവന്ന് തന്നെ അവിടെ ഇരുത്തി അതേ ബുൾസ തന്നെ കഴിപ്പിച്ചത് ശാലിനി ഓർമ്മിച്ചു. അതോർത്ത് അങ്ങനെ വേദനയോടെ ശാലിനി ഇരിക്കുമ്പോഴും ആ റെസ്റ്റോറന്റുകാരൻ വന്ന് ചോദിച്ചു, മേഡത്തിന് എന്താ വേണ്ടത്? ഉടനെ ശാലിനി പെട്ടെന്നാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അയാൾ പറഞ്ഞു, മേഡം, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ലവ് ബുൾസയാണ്. ഉടനെ ശാലിനി പറഞ്ഞു, അതെ, അത് തന്നെ, അന്ന് വിഷ്ണുവേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്ന ആ ലവ് ബുൾസൈ അത് തന്നെ മതി, അത് തന്നെ ഓർഡർ ചെയ്യാം എന്ന് മനസ്സിൽ ചിന്തിച്ചതും ആ റെസ്റ്റോറന്റുകാരൻ ചോദിച്ചു, അല്ല മേഡം ഒന്നും പറഞ്ഞില്ല. ആ ബുൾസൈ തന്നെ മതി എന്ന് ശാലിനി ഉറപ്പ് പറഞ്ഞു. ഉടനെ അയാൾ അത് ഉണ്ടാക്കാൻ പോകുമ്പോൾ ശിവൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ശാലിനിയുടെ അരിപ്പ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് അതുവഴി ADM ജോൺ എത്തിയത്. ജോൺ വണ്ടി നിർത്തി നോക്കുമ്പോൾ കാണുന്നത് റെസ്റ്റോറന്റിൽ ശാലിനി ഒരു ചെയർ വലിച്ചൊരു ടേബിളിലും അപ്പുറത്തെ ഒരു ടേബിളില് മാണിക്കോത്ത ശിവനും ഇരിക്കുന്ന കാഴ്ചയായിരുന്നു. ഉടനെ ജോൺ ആലോചിച്ചു, ആഹാ, ഇത് കൊള്ളാലോ, രാത്രിയില് പ്രണയം കൈമാറുന്ന കാമുകനും കാമുകമാരും ഇരിക്കാറുള്ള ഈ തട്ടുകടയിൽ രാത്രിയിൽ കളക്ടർ വന്നിരിക്കുന്നു. ആഹാ, കൊള്ളാലോ, തൊട്ടപ്പുറത്താണെങ്കിൽ മാണിക്കോത്ത ചെക്കനും ഉണ്ടല്ലോ. എന്തായാലും ഇത് കാമുകനായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയ നല്ലൊരു വിഷയ. ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും, അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ പോലും അതാക്കി തീർക്കുകയും ഞാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ഫോൺ എടുത്ത് ആ വിഷ്വൽസ് തന്റെ മൊബൈലിൽ പകർത്തിയെടുക്കാനായി ADM മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു. അപ്പോഴാണ് ബുൾസൈ കഴിച്ചതിന് ശേഷം ശിവൻ വേഗം ശാലിനിയുടെ അടുത്തേക്ക് വന്നത്. ഹലോ മേഡം എന്താ ഇവിടെ ഈ സമയത്ത് എന്ന് ശിവൻ ശാലിനിയോട് ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ശാലിനിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശിവനെ കണ്ട് ഞെട്ടലോടെ ശാലിനി നോക്കി. അതെന്താ ഇവിടെ എല്ലാരും വരുന്നത് ഭക്ഷണം കഴിക്കാനല്ലേ എന്ന് ശാലിനി ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു, അല്ല മേഡം, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ എല്ലാരും വരുന്നത്. പക്ഷെ നിങ്ങളെ പോലെ ഉള്ളവർക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ കൊള്ളത്തില്ല. അതും ഈ സമയത്ത്. വേഗം ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് ശിവൻ ശാലിനിയോട് പറയുമ്പോൾ ഇതെല്ലാം തന്റെ മൊബൈലിൽ പകർത്തിയെടുക്കുകയായിരുന്നു ADM. പിന്നീട് ശാലിനി മറുപടി ഒന്നും പറയാതിരിക്കുമ്പോ ശിവൻ തനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ശാലിനിയോട് ശിവൻ പറയുന്നു. അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ശാലിനി അങ്ങനെ മുഖം തിരിച്ചിരിക്കുമ്പോഴേക്കും ശിവൻ പറഞ്ഞു, മേഡം, ഞാൻ പറഞ്ഞ് മേഡത്തിന് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്കുക എന്ന് പറഞ്ഞ് ശിവൻ പെട്ടെന്ന് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി ആകെ ദേഷ്യത്തോടെ ശിവനെ ഒന്ന് നോക്കുന്നു. ഈ സമയത്ത് ശിവൻ പണം കൊടുത്ത് അവിടുന്ന് തന്റെ വണ്ടിയും എടുത്ത് പോകുന്ന കാഴ്ച ശാലിനിയെ നോക്കിയിരിക്കുന്നത് ADM തന്റെ ഫോണിൽ പകർത്തുന്നതിനിടയിൽ ADM പറഞ്ഞു, കൊള്ളാം, വിരഹ കാമുകം പോകുന്നത് നോക്കി വേദനയോടെ നോക്കിയിരിക്കുന്ന ഈ കാഴ്ച കൊള്ളാം. ഇതെന്തായാലും ഒരു പൊടിക്കുണ്ട്. എന്തായാലും ഇത് ഞാൻ ശരിക്കങ്ങ് തകർത്തെറിയും, അതോ തീർച്ചയാണ്. ഇത് ഒരു തീയെ ആളിപ്പടരാൻ പാകത്തിനുള്ള ഒരു നല്ലൊരു കഥ തന്നെ ഞാൻ ഇതുകൊണ്ടുണ്ടാക്കും. കാരണം പകൽ സമയത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ വളരെ മാന്യയായ കളക്ടർ മേഡം, എന്നാൽ രാത്രി കാലങ്ങളിൽ മാണിക്കോത്ത ചെക്കനുമായിട്ട് ഒരു അവിഹിതം, അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും എന്ന് പറഞ്ഞ് ADM തനിക്ക് ശാലിനിയെ പ്രഹരിക്കാൻ നല്ലൊരു ആയുധം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ആ വീഡിയോ തന്റെ മൊബൈലിലേക്ക് ഷൂട്ട് ചെയ്തെടുത്തിട്ട് സന്തോഷത്തോടെ ADM അവിടെ നിന്ന് പോകുന്നു. ശാലിനിക്കുള്ള ലവ് ബുൾസൈ അപ്പോഴേക്കും ആ റെസ്റ്റോറന്റുകാരൻ ശാലിനിക്ക് മുന്നിലെത്തിച്ചു. ദാ മേഡം, ഇന്നത്തെ സ്പെഷ്യൽ ലവ് ബുൾസൈ എന്ന് പറഞ്ഞ് ശാലിനിയുടെ മുന്നിലേക്ക് വെച്ചു.
ശാലിനി അതിലേക്ക് നോക്കുമ്പോൾ അന്ന് വിഷ്ണു ശാലിനിക്കായി സ്പെഷ്യലായി ഓർഡർ ചെയ്ത ആ ലവ് ബുൾസിയെ കുറിച്ചായിരുന്നു വിഷ്ണു പറഞ്ഞത്. അതെല്ലാം ശാലിനി ഓർക്കുകയായിരുന്നു. ഇതാണ് എന്റെ ഹൃദയം നിനക്ക് മുന്നിൽ കൊണ്ടു തന്നിരിക്കുന്നു. എന്റെ പ്രിയതമയ്ക്ക് അത് ആവോളം ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇതെന്റെ ഹൃദയമാടോ എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു. പിന്നെ ഇത് ഒരു കാര്യം ഉറപ്പാടോ, മരണത്തിന് പോലും എന്നെ തന്നിൽ നിന്ന് പിരിക്കാൻ പറ്റില്ലടോ എന്ന് വിഷ്ണു അന്ന് ശാലിനിയോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് വേദനയോടെ ശാലിനി അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ തന്റെ ഹൃദയം, വിഷ്ണുവിന്റെ ആ ഹൃദയം ശിവന്റെ നെഞ്ചിലിരിക്കുന്നത് തിരിച്ചറിയാതെ വേദനയോടെ ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ താൻ പോലും അറിയാതെ ശാലിനിയെ കാണുമ്പോൾ ഒരു കൊളുത്തിവലി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയവും പേറി ശിവൻ തന്റെ വീട്ടിലേക്ക് ശാലിനി അവിടെ അസമയത്ത് ഒറ്റയ്ക്ക് ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതിന്റെ ആശങ്കയിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് തിരികെ മാണിക്കോത്തേക്ക് മടങ്ങുന്നു. പിന്നീട് ശാലിനി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് വീണ്ടും ആ സിദ്ധനെ കാണാനായി പോകാമെന്നുള്ള ആവശ്യം ശാലിനിയുടെ മുന്നിൽ വെക്കുന്നു. ഒടുവിൽ അവിടെ സത്യഭാമയുടെയും മറ്റു നിർബന്ധപ്രകാരം ശാരദാമ്മയും ശാലിനിയും കൂടി ആ സിദ്ധനെ കാണുവാനായി എത്തി. വിഷ്ണുവിന്റെ ജാതകവുമായി അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയതും അദ്ദേഹം ജാതകം പരിശോധിച്ച് ആ നിമിഷത്തിൽ തന്നെ ശാരദാമ്മയോടും ശാലിനിയോടുമായി ആ സത്യം വെളിപ്പെടുത്തി. ഈ ജാതകക്കാരന്റെ ഭൂമിയിലുള്ള ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അയാൾക്ക് ലക്ഷ്യയിൽ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ല എന്ന്. അത് കേട്ടതും ശാലിനിയും ശാരദാമ്മയും ആകെ ഞെട്ടി. എന്താ സ്വാമി പറഞ്ഞത്, മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഈശ്വരൻ ഈ ലോകത്ത് നിന്ന് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയായതിനു ശേഷം അവരെ തിരികെ വിളിക്കും. അതാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാതകക്കാരന്റെ ഈ ഭൂമിയിലുള്ള എല്ലാ ലക്ഷ്യവും പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഒരു വർഷക്കാലം ആത്മാവ് നമുക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രവും നമ്മുടെ പൂർവികരും പറയാറുള്ളതെന്ന് പറയുമ്പോൾ അത് കേട്ട് ശാലിനിയും ശാരദാമ്മയും വിഷ്ണു മരണപ്പെട്ടു എന്ന സത്യം ഉൾക്കൊള്ളാനാകാതെ ആ സ്വാമിയുടെ നാവിൽ നിന്ന് വരുന്ന സത്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ആകെ ഞെട്ടലോടെ ഇരിക്കുന്നു.